കുറച്ചു വർഷങ്ങളായി മലയാള സിനിമാ പ്രേക്ഷകർ കാത്തിരുന്ന ഒന്നായിരുന്നു മോഹൻലാലിന്റെ തിരിച്ചുവരവ്. ഏറെ പ്രതീക്ഷയോടെ എത്തിയ എമ്പുരാൻ സമ്മിശ്ര പ്രതികരണം മാത്രമാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിച്ച ഒരു തിരിച്ചുവരവ് സാധിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ ലോ ഹൈപ്പിൽ വന്ന തരുൺമൂർത്തി ചിത്രം തുടരും എന്ന ചിത്രത്തിലൂടെ ശക്തമായൊരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് മോഹൻലാൽ. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക എന്നീ ചിത്രങ്ങളിലൂടെ തന്നെ തരുൺമൂർത്തിയുടെ റേഞ്ച് നമ്മൾ കണ്ടതാണ്. തരുൺമൂർത്തിയിലുള്ള പ്രേക്ഷകരുടെ വിശ്വാസം തെറ്റിയില്ല എന്ന് മാത്രമല്ല, പ്രതീക്ഷയ്ക്ക് മുകളിൽ നൽകുവാൻ തരുൺമൂർത്തിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചിത്രത്തിന്റെ ആദ്യ സീനിൽ തന്നെ സിനിമയുടെ ടെക്നിക്കൽ ക്വാളിറ്റി പ്രേക്ഷകർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവസാനം വരെ ആ ക്വാളിറ്റി ഒട്ടും താഴെ പോകാതെ തന്നെ മികച്ച രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട് തരുൺമൂർത്തി. മോഹൻലാലിലേക്ക് വന്നാൽ കുറച്ച് കാലങ്ങളായി ഇത്രത്തോളം വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന മറ്റൊരു നടൻ ഇല്ല എന്ന് തന്നെ പറയാം. ഒടിയന് ശേഷം അഭിനയം മുഖത്ത് വരുന്നില്ല, കോമഡി ചെയ്യാൻ കഴിയുന്നില്ല തുടങ്ങിയ എല്ലാ വിമർശനങ്ങളെയും വായടപ്പിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആയിരുന്നു മോഹൻലാലിന്റെ ബെൻസ് ഷൺമുഖം. ആരാധകർ ആവേശത്തോടെ ഉറ്റുനോക്കിയിരുന്ന പഴയ മോഹൻലാലിനെ ഇതിൽ കാണാൻ കഴിയും. മലയാളത്തിന്റെ ഏറ്റവും മികച്ച കോംബോയായ മോഹൻലാൽ ശോഭന കോമ്പിനേഷൻ ഈ ചിത്രത്തിൽ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. മക്കളായി അഭിനയിച്ച തോമസ് മാത്യു, അമൃതവർഷിണി എന്നിവർ നന്നായിരുന്നു. മറ്റു പ്രധാന കഥാപാത്രമായി വരുന്ന മണിയമ്പിള്ള രാജു, ഇർഷാദ്, ഫർഹാൻ ഫാസിൽ തുടങ്ങിയവരെല്ലാം അവരുടെ റോളുകൾ നന്നായി തന്നെ ചെയ്തു. ബിനു പപ്പുവിന്റെ CI ജോർജ് മാത്യനും മികച്ചതായിരുന്നു. ആർട്ടിസ്റ്റുകളിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ് ആയിരുന്നു പ്രകാശ് വർമ്മ അവതരിപ്പിച്ച CI ജോർജ്. അധികം സ്പോയിലർ ആകാതെ പറയുകയാണെങ്കിൽ ചിത്രം കാണുന്ന ഓരോ പ്രേക്ഷകനും ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ട് ഫാനായി പോകും. അത്തരത്തിലൊരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു പ്രകാശ് വർമ്മയുടെ കഥാപാത്രം. തമിഴ് ഡയറക്ടർ ഭാരതിരാജ ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രമായി വരുന്നുണ്ട്. അതുപോലെ അർജുൻ അശോകൻ, ശ്രീജിത്ത് രവി, ശോഭി തിലകൻ തുടങ്ങിയവരെല്ലാം ചിത്രത്തിൽ വന്നു പോകുന്നുണ്ട്. ടെക്നിക്കൽ സൈഡ് എടുത്തു നോക്കിയാൽ ജേക്സ് ബിജോയ്, അദ്ദേഹത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഒരു ത്രില്ലർ സിനിമയ്ക്ക് അദ്ദേഹം നൽകുന്ന കോൺട്രിബ്യൂഷൻ എത്രത്തോളമാണെന്ന് നമുക്കറിയാവുന്നതാണ്. ഷാജികുമാറിന്റെ സിനിമോട്ടോഗ്രാഫിയും മികച്ചതായിരുന്നു. KR സുനിലും തരുൺമൂർത്തിയും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. ആദ്യ അവസാനം വരെ ഒരേ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ തിരക്കഥയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആക്ഷൻ സീനുകളും കൊള്ളാമായിരുന്നു. സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം പ്രമേയമാകുന്നുണ്ട് തുടരും. ഫാമിലി ഇമോഷണൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ചിത്രം. മോഹൻലാലിന്റെ ശക്തമായ തിരിച്ചുവരവിനൊപ്പം തന്നെ പ്രകാശ് വർമ്മയ്ക്ക് മലയാള സിനിമയിൽ പുതിയൊരു സ്പേസും, ഒപ്പം തരുൺമൂർത്തിയുടെ മലയാള സിനിമയിൽ പുതിയൊരു ഘട്ടത്തിലേക്കും കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഫാമിലി ത്രില്ലർ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാത്തരം ഓഡിയൻസിനും ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. നിങ്ങൾ ചിത്രം കണ്ടവരാണെങ്കിൽ ചിത്രത്തിന്റെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.